സെബാദിയ പുത്രന്മാരുടെ അഭ്യർത്ഥന. അപ്പോൾ സെബാദിയ പുത്രന്മാരുടെ മാതാവ് തൻ്റെ പുത്രന്മാരോട് കൂടെ വന്ന് അവൻ്റെ മുമ്പിൽ യാചനപൂർവ്വം പ്രണമിച്ചു അവരോട് ചോദിച്ചു, എനിക്ക് എന്താണ് വേണ്ടത്? അവൾ പറഞ്ഞു, എൻ്റെ രാജ്യത്തിൽ എൻ്റെ 2 പുത്രന്മാരിൽ ഒരുവൻ നിൻ്റെ വലതുവശത്തും അപരൻ ഇടതുവശത്തും ഇരിക്കുന്നതു കൽപ്പിക്കണമേ. യേശു മറുപടി നൽകി, നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയും. അവരോട് പറഞ്ഞു, എൻ്റെ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കും. എന്നാൽ എൻ്റെ വലതുവശത്ത് ഇടതുവശത്തും ഇരിക്കാനുള്ള വരം നിങ്ങൾക്ക് നൽകേണ്ടത് ഞാനല്ല, എൻ്റെ പിതാവ് ആർക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നു അവർക്കുള്ളതാണ്. അതു കേട്ടപ്പോൾ ബാക്കി 10 പേർക്കും 2 സഹോദരന്മാരോട് അമർഷം തോന്നി. എന്നാൽ യേശു അവരെ അടുത്ത് വിളിച്ച് ഇപ്രകാരം പറഞ്ഞു, വിജാതിയരുടെ ഭരണകാലത്ത് അവരുടെ മേൽ യജമാനത്വം പുലർത്തണമെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കരുതെന്നും നിങ്ങൾക്കറിയാമല്ലോ. എൻ്റെ സ്നേഹബഹുമാനമുള്ള ലിയോ 14 മാർപ്പാപ്പ, എൻ്റെ സ്നേഹബഹുമാനമുള്ള എല്ലാ പിതാക്കന്മാർ, എൻ്റെ സ്നേഹബഹുമാനമുള്ള കേന്ദ്രത്തിലെ എല്ലാ നേതാക്കളും, എൻ്റെ മുഖ്യമന്ത്രി, എൻ്റെ സ്നേഹം നിറഞ്ഞ എല്ലാ സഹോദരങ്ങളെ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ചില മക്കളെ, നിങ്ങളെല്ലാം സുഖമായിരിക്കണോ? ഈ സമയം എനിക്കത് കേൾക്കാൻ ഒത്തിരി സങ്കടമായ ഒരു സമയമാണ്. എന്ന് വെച്ചാൽ യുദ്ധം, ആ ഒരു അതിൽ നമ്മളെ കേന്ദ്രവും മുഖ്യമന്ത്രിയും ഒക്കെ സ്നേഹത്തോടുള്ള ഇടപെടലുകൾ ചെയ്യണുണ്ട്. മക്കളെ, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ സന്തോഷമായിട്ട് അവിടെ ഇരിക്കുക. നിങ്ങളുടെ ധൈര്യം കൈവിടരുത്. നമുക്ക് യേശുവേ ഉള്ളൂ. ക്രൂശിനായി നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച നമ്മളെ യേശു കർത്താവ് നമ്മളെ കൂടി, ദൈവം നമ്മളോട് ഉണ്ട്. നമ്മളെ താങ്ങുവാനും നമ്മളെ തലോടുവാനും നമ്മളെ കണ്ണീര് തുടയ്ക്കുവാനും. എൻ്റെ ചെല്ല മക്കളെ, നമുക്ക് ദൈവമേ ഉള്ളൂ, ആർക്കും അല്ലാതെ ആരുമില്ല. എൻ്റെ സഹോദരങ്ങൾ, ഈ വചനത്തിൽ പറയണതെല്ലാം സത്യമാണ് മക്കളെ. അമ്മ പറഞ്ഞ ഒരു കാര്യമാണ്. യേശുവിനോട് പോയി ചോദിച്ചു, എനിക്ക് ഞാനും ഒരു സ്ഥാനത്തിരിക്കുമെന്ന്. സ്ഥാനമാനങ്ങൾ വേണോ മക്കളെ? വേണ്ട, അതൊക്കെ പിതാവ് തരണയാണ്. പിതാവ് ഇഷ്ടമുള്ളവർക്ക് ആ സ്ഥാനം കൊടുക്കും. നമ്മൾ ദൈവത്തോട് ചേർന്ന് പോയി നിൽക്കുക, അതേ നമ്മൾ ചെയ്യാനുള്ളൂ. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അതേ നമ്മൾ ഈ വചനത്തിൽ പറയുന്നത് പോലെ ആണ് എല്ലാം. നമ്മൾ ദൈവത്തോട് സ്നേഹമാക്കുക. ദൈവത്തിന് വല്ലതും ചെയ്യാൻ പറ്റുമോ? യേശുവിന് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റൂല. പിതാവിനെ അതെല്ലാം പിതാവ് ആരെയാണ് ആ സ്ഥാനങ്ങളിൽ മാനങ്ങളിൽ ഏൽപ്പിക്കാൻ പിതാവിന് ഇഷ്ടം, ആ ഇഷ്ടമേ സാധിക്കുകയുള്ളൂ മക്കളെ. നമുക്ക് ദൈവത്തോട് സ്നേഹമായിട്ടിരിക്കാം, സ്നേഹത്തോടെ നിൽക്കാം. എന്ന് വെച്ചാൽ അതാണ് വചനം പറയണത്, നമ്മളെ പഠിപ്പിക്കണം. എൻ്റെ മോന് ഞാൻ ഈ സ്ഥാനം വേണമെന്ന് ഞാനും പോയി പറഞ്ഞു. പക്ഷേ അതൊക്കെ സജ്ജമാക്കേണ്ടത് എൻ്റെ പിതാവ് തന്നെയാണ്, ഈ യേശു അല്ല. അമ്മ പറഞ്ഞു എന്നേ ഉള്ളൂ. എൻ്റെ മോൻ ആ ആഗ്രഹം സാധിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്ന് വെച്ചാൽ അത്രയ്ക്ക് അവൻ പഠിക്കുന്ന ഏവിയേഷൻ, അതിൻ്റെ ഇൻ്റർനാഷണൽ ടൂറിസം. എൻ്റെ മക്കളെപ്പോലെ ഗൾഫിലോട്ട് അവനും പറന്ന് വരുവാനും, നിങ്ങളെപ്പോലെ എൻ്റെ സഹോദരങ്ങളെപ്പോലെ അങ്ങോട്ട് വരുവാനാണ് അവൻ ആഗ്രഹിച്ച് പഠിക്കുന്നത്. എൻ്റെ ചെല്ല മക്കളെ, എൻ്റെ നാടേ, നിങ്ങളെല്ലാം സന്തോഷമായിരിക്കാൻ പറ്റൂല. എല്ലാ മക്കൾക്കും വേദനയാണ്. നമ്മൾ കത്തോലിക്ക സഭയായ നമ്മൾ സഹോദരങ്ങളോട് സ്നേഹമായിരിക്കാം മക്കളെ. നമ്മളിൽ ശത്രുത ഉണ്ടാക്കണമെങ്കിൽ നമ്മളെ ഹൃദയത്തിൽ പറഞ്ഞ പിശാചുക്കളാണ് മക്കളെ. അതുകൊണ്ട് നമ്മളെ പിശാചുക്കളെല്ലാം ഓടിച്ചിട്ട് നമ്മളെ ശത്രുക്കളെയും നമ്മൾ സ്നേഹിക്കുക മക്കളെ. നമ്മളെ അയൽവാസികളെയൊക്കെ നമുക്ക് സ്നേഹിക്കുക മക്കളെ. അമ്മ ആര് വിളിച്ച് മിണ്ടി വന്നാൽ അമ്മ സംസാരിക്കും മക്കളെ. അമ്മയ്ക്ക് ഒരു വിരോധവും വിദ്വേഷമൊന്നും ഒരു മക്കളോടും ഇല്ല. അമ്മ ആരമ്മയോട് സംസാരിക്കാൻ വന്നാലും അമ്മ അത് ധൈര്യത്തോടെ അമ്മ സംസാരിക്കുക തന്നെ ചെയ്യും. എന്ന് വെച്ചാൽ അമ്മയ്ക്ക് അത്രയ്ക്ക് എല്ലാവരുടെയും സ്നേഹമാണ്. എനിക്ക് ആരും ശത്രുക്കളേ ഇല്ല. നമ്മളെ ഹൃദയത്തിൽ വേണ്ട നമ്മളെ പിശാചുക്കളെ നമ്മൾ ഓട്ടിച്ചിട്ട് നമ്മൾ അവരോട് സ്നേഹമായിരിക്കും മക്കളെ. അയൽവാസികളോടെയും അയൽക്കാരോടെയും ശത്രുത അത് നമുക്ക് വേണ്ട മക്കളെ. നമുക്ക് സ്നേഹമായിരിക്കാം. സ്നേഹമാണ് ദൈവം. അവിടെയാണ് നമുക്ക് എല്ലാ വിജയങ്ങളും വരണം. സ്നേഹത്തോടെ ഇടപെടുകയാണ് കേന്ദ്രവും എൻ്റെ മുഖ്യമന്ത്രിയും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അതാണ് സ്നേഹമാണ്. എൻ്റെ ചെല്ല മക്കളെ, ഗൾഫിലിരിക്കുന്ന മക്കളെ, നിങ്ങൾ ധൈര്യമായിരിക്കുക. നിങ്ങൾക്ക് ദൈവമുണ്ട്. അമ്മ പറയുകയാണ്, നിങ്ങൾ ഈ ക്രൂശനായ ദൈവത്തെ മനസ്സിൽ വിചാരിക്കുക മക്കളെ. അമ്മ സങ്കടപ്പെടുകയാണ്. അമ്മ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ജീവനെ എടുത്തിട്ട് എൻ്റെ മക്കൾക്കൊന്നും വരല്ലേ എന്ന് അമ്മ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ചെല്ല മക്കൾക്കൊന്നും വരല്ലേ എന്ന്. എന്നുവെച്ചാൽ ഒരു ജീവനക്ക് വേണ്ടി അമ്മയുടെ ജീവനെ കൊടുക്കാമെന്ന് അമ്മ പ്രാർത്ഥിച്ച ഒരു അമ്മയാണ്. അമ്മ ഇനി ഇങ്ങനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ സങ്കടം സഹിക്കാൻ വയ്യ അമ്മയ്ക്ക്. ഗൾഫ് രാജ്യങ്ങളിൽ എൻ്റെ സഹോദരങ്ങൾ
നിങ്ങൾക്കൊക്കെ ഈ വേദന വരണമെന്ന് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റണില്ല മക്കളെ. അത്രയ്ക്ക് വേദന ഉണ്ട്. ഒരു അമ്മ എല്ലാവർക്കും അമ്മയായി തീരുമ്പം നിങ്ങളെല്ലാം എനിക്ക് ഒന്നുപോലെയാണ്. നിങ്ങളെല്ലാ മക്കളും ഈ നൊയമ്പ് സമയം നിങ്ങൾ നൊയമ്പെടുക്കുക മക്കൾ. ഒരു നേരത്തെ ആഹാരം മാറ്റി വെച്ച് എല്ലാ മക്കളും, ഗൾഫിൽ ഇരിക്കുന്ന മക്കളും നമ്മളെ ഈ നാട്ടിലിരിക്കുന്ന മക്കൾ, എല്ലാ മക്കളും നിങ്ങൾ ഒരു നേരത്തെ ആഹാരം കഴിച്ച് നിങ്ങൾ അത് ദൈവത്തിന് പാവപ്പെട്ട ഇതിന് കരുണയ്ക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വയ്ക്കുക മക്കളെ. കരുണയുടെ സഹായം ഇതിലോട്ട് ചെയ്യുക മക്കളെ. നിങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹം കിട്ടുക തന്നെ ചെയ്യും. ഒരു മാസം നിങ്ങളത് ആ ഒരു ത്യാഗം നിങ്ങൾക്ക് സഹിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം എട്ടരട്ടിയായിട്ട് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് അവിടെ സുരക്ഷിതത്വമായിട്ട് ഇരിക്കാനുള്ള എല്ലാ വഴികളും ദൈവം നിങ്ങൾക്ക് കാണിച്ച് തരാൻ തന്നെ ചെയ്യും മക്കളെ. അമ്മ പ്രാർത്ഥിയാണ് നിങ്ങൾക്ക് ഒരാപത്തും എൻ്റെ ജീവനെ എടുത്തിട്ടായാലും എൻ്റെ ചില ദൈവമേ എൻ്റെ മക്കൾക്കൊന്നും വരുത്തല്ലേ എന്നാണ് അമ്മ പ്രാർത്ഥിക്കുന്നത്. അമ്മ പള്ളിയിൽ പോയി ആദ്യ കുർബാന സ്വീകരിച്ചു. ദൈവത്തെയാണ് മക്കളെ സ്വീകരിച്ചിട്ട് സംസാരിക്കണം നിങ്ങളോട്. ദൈവമാണ് അമ്മയുടെ ഉള്ളിൽ വരണത്. എൻ്റെ ചില മക്കളെ നിങ്ങളൊക്കെ സന്തോഷമായിരിക്കണേ. എനിക്ക് അത്രയ്ക്ക് വേദനയുണ്ട്. ഈ വിഷമം നമുക്ക് എല്ലാവർക്കും, നാട് മൊത്തം എല്ലാവർക്കും വേദനയാണ്. എല്ലാവർക്കും അത് ഒരു നേരത്തെ ആഹാരം മാറ്റി വെച്ച് എൻ്റെ ചില മക്കളെ നമുക്ക് ഈ നൊയമ്പിൽ എല്ലാവർക്കും കൈ കൊടുക്കാം. എല്ലാവരുടെ വേദനകളും നമ്മുടെ ഹൃദയത്തിൽ വരുന്ന വേദന, നമ്മളെ മക്കളാണ് അവരെല്ലാം, നമ്മളെ സഹോദരങ്ങളാണ്, നമ്മളെ ചോരയാണ്. ഈ ഒരു ചിന്ത നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരുടെയും സ്നേഹമായിരിക്കാൻ പറ്റും. എൻ്റെ ചില മക്കളെ നിങ്ങൾ സങ്കടപ്പെടാതെ സന്തോഷമായിരിക്കുക. ദൈവം, ക്രൂശനായ ദൈവം നമുക്ക് വേണ്ടി ഇതെല്ലാം സഹിച്ചു, വേദന സഹിച്ചു, നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ചു, നമ്മൾക്ക് വേണ്ടി ഒരു തെറ്റും ചെയ്യാതെ ഈ മൂന്നാണികളായി നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ചു മക്കളെ. അറിഞ്ഞു അറിയാതെ നമ്മളും തെറ്റുകാരാണ്. അതിലൊക്കെ അമ്മയും തെറ്റുകാരിയാണ്. ഇവിടെ ഒരു യേശുവിനെ ക്രൂശിൽ തറയ്ക്കാൻ അമ്മയും ഒരു കാരണക്കാരിയായി തീർന്നു. ജീവനോടെ തറയ്ക്കുവാൻ ഒരു കാരണക്കാരിയായി തീർന്നു. അമ്മ അതിൽ ഒത്തിരി വിഷമം വിചാരിക്കണ ഒരമ്മയാണ്. എന്ന് വെച്ചാൽ വചനം പറഞ്ഞു നടന്നപ്പോൾ അത് അമ്മയ്ക്ക് വേണ്ടി പറഞ്ഞു. അമ്മയ്ക്ക് വേണ്ടിയാണോ പറഞ്ഞത്? ഇല്ല, എല്ലാ വ്യക്തികൾക്കും വേണ്ടി പറഞ്ഞു. പക്ഷെ അത് അമ്മ അറിവില്ലാതെ അമ്മയ്ക്ക് വേണ്ടി പറഞ്ഞു എന്ന് അമ്മ പറഞ്ഞുകൊണ്ട് നടന്നു. അതൊക്കെ തെറ്റ്. അതൊക്കെ ഒത്തിരി വേദനകൾ കിട്ടി എൻ്റെ യേശുവിന്. അപ്പോൾ അതുപോലെ നമ്മൾ അറിയാതെ എത്രയോ പേരെ നമ്മൾ വാക്കുകൊണ്ട് നമ്മൾ അറിയാതെ അറിവില്ലാതെ നമ്മൾ നോവിക്കുകയാണ് മക്കളെ. നമുക്കെല്ലാം മാപ്പ് ചോദിക്കാൻ ദൈവത്തോട്. ദൈവമേ നമ്മൾക്ക് ഉള്ളൂ. ദൈവമേ നമ്മളോട് ക്ഷമിക്കുകയുള്ളൂ. നമുക്ക് അയൽക്കാരോടെല്ലാം സ്നേഹമായിരിക്കാം. നമ്മളെ വേദനിപ്പിച്ചവരോട് നമുക്ക് സ്നേഹമായിരിക്കാം. എങ്കിലേ നമുക്ക് 100 അനുഗ്രഹങ്ങൾ ദൈവം തരികയുള്ളൂ മക്കളെ. നമ്മളൊന്ന് ക്ഷമിക്കുമ്പോൾ നമുക്ക് 100 അനുഗ്രഹങ്ങൾ വരും. നമ്മളിന്ന് ആരെങ്കിലും വേർപെട്ട് പോയോ നമ്മൾ സങ്കടപ്പെടേണ്ട മക്കൾ. അത് ദൈവം ഏറ്റവും സ്നേഹമുള്ളവരെയാണ് ദൈവം ആദ്യം വിളിച്ചുകൊണ്ട് പോകണം. സ്നേഹമുള്ളവരെ വിളിച്ചുകൊണ്ട് പോകും. അല്ലാതെ നമുക്ക് എന്ത് ഒരാപത്ത് വന്നാലും ഉയിർ പോവില്ല. ചിലപ്പം പോവില്ല. നമ്മളെ ഉയിർ പോകണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ പോലും ദൈവം പോവില്ല. അത് ദൈവത്തിന് ഇഷ്ടമുള്ളവരെയാണ് ദൈവം കൊണ്ടുപോകണം മക്കളെ. അതുകൊണ്ട് എല്ലാ മക്കളും സമാധാനവും സന്തോഷവും നിങ്ങൾ ഹൃദയത്തിൽ കൊണ്ടുവേണം. യേശു നമുക്ക് വേണ്ടി മരിച്ചു, നമുക്ക് വേണ്ടി ക്രൂശിൽ പീഡിക്കപ്പെട്ടു, വേദന അടിച്ചു. ഓരോ അടിയിലും രക്തങ്ങൾ ഒത്തിരിയാണ് പൊട്ടിപ്പുറപ്പെട്ടത്. നമുക്ക് വേണ്ടി അവൻ രക്തം ചിന്തി, നമുക്ക് വേണ്ടി ക്രൂശിലേറ്റി, നമുക്ക് വേണ്ടി വേദനകൾ സഹിച്ചു മക്കളെ. നമ്മളതെല്ലാം മനസ്സിൽ വിചാരിക്കുമ്പോൾ നമുക്കിതൊന്നും നമ്മൾ സഹിക്കണമെന്ന് നമുക്കിതല്ല. അമ്മ ഒരു കുഷ്ഠരോഗിയായിരുന്നു. അമ്മ പറഞ്ഞു ഒരു ദിവസമെങ്കിലും ജീവിച്ചിട്ട് അമ്മേരെ ആ കുഷ്ഠമൊന്ന് മാറിയിട്ട് അമ്മ ജീവിക്കണമെന്ന് പറഞ്ഞു, ആഗ്രഹിച്ചു. അമ്മയുടെ കുഷ്ഠരോഗം മാറി. അമ്മയ്ക്ക് വയറ്റിലുണ്ടായിരുന്നു, രക്തസ്രാവക്കാരിയായിരുന്നു അമ്മ. അതും ഒന്ന് മാറണമേ എൻ്റെ ദൈവമേ എന്ന് അമ്മ പ്രാർത്ഥിച്ചു. അതും മാറി. എല്ലാം ക്ഷമിച്ച് വരുമ്പോഴേ മക്കളെ അതൊക്കെ മാറുകയുള്ളൂ. കുഷ്ഠം മാറണമെങ്കിലും ഒരു തളർവാദ രോഗം സുഖമാക്കണമെങ്കിലൊക്കെ അതൊക്കെ നമ്മൾ ക്ഷമിക്കണം മക്കളെ. ഒരു ക്ഷമയുള്ള വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും മക്കളെ. നമുക്കെല്ലാം നേടാൻ പറ്റും. പക്ഷേ നമ്മൾ ക്ഷമിക്കുക, നമ്മൾ ദൈവത്തോട് ക്ഷമിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ ഈ ഇരിക്കുന്ന ഇതിൽ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക. ഓരോ ഇതും നിങ്ങൾ കാണുമ്പോൾ ഹൃദയത്തിൽ ദൈവത്തെ കൊണ്ടുവരുക മക്കളെ. ദൈവമായ സ്നേഹത്തെ കൊണ്ടുവരിക. ആ സ്നേഹമാണ് ദൈവം, വചനമായ ദൈവം. അത് നമ്മളെ ഹൃദയത്തിൽ കൊണ്ടുവരാം. ഗൾഫിലിരിക്കുന്ന എല്ലാ മക്കളും ഓരോ വചനവും നിങ്ങളെ ഹൃദയത്തിൽ കിടക്കട്ടെ മക്കളെ. നല്ല നല്ല വചനങ്ങൾ. നിൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കുക. ദൈവം നമ്മളോട് കൂടെ ഉണ്ട് മക്കളെ. ദൈവം കൂടെ ഉണ്ട്. അത്രയ്ക്ക് നല്ല കാക്കണ ദൈവമാണ്. നിങ്ങൾ ദൈവത്തെ ഉറച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിക്കുകയാണ്. ആ ദൈവം നിങ്ങൾക്ക് ഉത്തരം തരാൻ തന്നെ ചെയ്യും. അമ്മ പറയാണ്, അമ്മയുടെ ജീവനെ എടുത്തിട്ട് എൻ്റെ മക്കളെ ജീവനെ ഒരു ഗൾഫിക്കണം, ഒരു സഹോദരന്മാർക്കോലും ഒരു ആപത്ത് വരുന്നതെന്ന് അമ്മ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന ദൈവം കേൾക്കും മക്കളെ. അത്രയ്ക്ക് ഭക്തിയോടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ദൈവം കേൾക്കണ ദൈവം അത് ഉത്തരം തരാൻ തന്നെ ചെയ്യും. എൻ്റെ ചെല്ല മക്കൾ, നിങ്ങളെല്ലാം ക്ഷമയോടെ ഇരിക്കും. നിങ്ങൾക്ക് എല്ലാ ഇടപെടലും, സ്നേഹത്തോടുള്ള ഇടപെടലും എല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സന്തോഷമായിരിക്കുക, നിങ്ങൾ ഹാപ്പി ആയിരിക്കുക. നിങ്ങൾ കരുണയുടെ സഹായം എല്ലാ മക്കളും ചെയ്യണം. എല്ലാ മക്കളും ഒരു നേരം ആഹാരം കഴിക്കാതെ ഗൾഫിലിരിക്കുന്ന മക്കൾ, എല്ലാ മക്കളും അത് ഒരു നേരത്തെ വ്രതം എല്ലാവർക്കും അത് എടുക്കാൻ പറ്റും. എല്ലാവർക്കും ഹൃദയത്തിൽ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടുവരാൻ പറ്റും. നമ്മളങ്ങനെ എടുക്കുമ്പോഴേ നമ്മളെ ദൈവം
നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ചു. നമുക്ക് ദൈവത്തിൻ്റെ കൂടെയുള്ളൊരു സ്നേഹം വരുമോ മക്കളെ നമ്മളെ ഉള്ളിൽ? അത് വരണമെങ്കിൽ നമ്മൾ ഒരു നേരം ആഹാരം മാറ്റി വെച്ച് ആ കരുണയുടെ സഹായം നിങ്ങളെല്ലാവരും മക്കളും ചെയ്യുക മക്കളെ. നിങ്ങളെല്ലാവരും കൈ ഒന്ന് ചേർന്ന് നിന്നാലേ എല്ലാത്തിനും അതിനൊരു പരിഹാരവും ഉത്തരവും നൽകുക. നിങ്ങൾ കൊടുത്തു നോക്കുകയും നിങ്ങൾക്ക് അതിന് ഉത്തരം ദൈവം തര തന്നെ ചെയ്യും. എൻ്റെ ചെല്ല മക്കളെ, നിങ്ങളെല്ലാം സന്തോഷമായിരിക്കണം, നിങ്ങളെല്ലാം ഹാപ്പി ആയിരിക്കണം. സമാധാനവും സന്തോഷവും എൻ്റെ ചെല്ല മക്കളെ നിങ്ങളുടെ കുടുംബത്തിലും മക്കൾക്കും എല്ലാം കിട്ടട്ടെ. ഈ നാളുകളിൽ രോഗിയായിരിക്കുന്ന മക്കൾ, ഓരോരോ പ്രയാസങ്ങൾ, ഓരോരോ വിഷമങ്ങൾ വെളിയിൽ പറയാൻ പറ്റാതെ ദൈവത്തോട് പറയാൻ മക്കളെ. എല്ലാ ഹൃദയത്തിരിക്കുന്നത് വെളിയിൽ തുറന്ന് ദൈവത്തോട് പറഞ്ഞ് നിങ്ങളെ സങ്കടങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ് ഹൃദയത്തിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടുവരാൻ മക്കളെ. ദൈവമുണ്ട്. എൻ്റെ ഹൃദയത്തിൽ ദൈവമുണ്ട്. ദൈവവചനം വിശ്വസിക്കുന്ന ഓരോ ഹൃദയത്തിലും ദൈവമുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നവരൊക്കെ എല്ലാ ദൈവം കൂടെ ഉണ്ട് മക്കളെ. ഇപ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ മക്കളും ഓരോരോ അമ്മയ്ക്ക് ജനന തീയതി പോലും അമ്മയ്ക്ക് അറിഞ്ഞൂട. അമ്മ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല, പക്ഷേ ഓരോ മക്കളും ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. എല്ലാ മക്കളും എല്ലാ മക്കളും കരുണയുടെ സഹായം വരട്ടെ മക്കളെ. നിങ്ങൾ ആ ബർത്ത്ഡേ നിങ്ങൾ ആഘോഷിക്കുമ്പോൾ ഓരോ പാവപ്പെട്ടവൻ്റെ ആ ഒരു ഇതും കൂടി നടക്കട്ടെ മക്കളെ. ബർത്ത്ഡേ ആഘോഷിക്കണം എല്ലാം. എൻ്റെ മൂത്ത മോൻ്റെ ബർത്ത്ഡേ 18-ാം തീയതിയാണ്, മാർച്ച് മാസം 18-ാം തീയതിയാണ് ബർത്ത്ഡേ. അടുത്ത ഇളയ മോൻ്റെ ബർത്ത്ഡേ 9-ാം തീയതിയാണ്, തിങ്കളാഴ്ച, മാർച്ച് മാസം 3-ാം മാസം മാർച്ച് തിങ്കളാഴ്ച എൻ്റെ ഇളയ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഈ മാസങ്ങൾ ഒരു മാസവും ബർത്ത്ഡേ ആഘോഷിക്കണം എല്ലാ മക്കളും അനുഗ്രഹമുള്ള മക്കളായി തീരട്ടെ. എൻ്റെ മക്കൾ കൈ വളരണ എപ്പം, കാൽ വളരണ എപ്പോൾ എന്നൊക്കെ അമ്മയ്ക്ക് ഒരു അമ്മ എന്ന് പറയുമ്പോൾ മക്കൾ വളരണത് കൈയും കാലും ഒക്കെ വളരണം അവർ ആ കൊച്ചുനാളിൽ ആ ഓർമ്മകളാണ്. അതും എൻ്റെ ഈ മക്കളെ ഇതിൽ എനിക്ക് വരികയാണ്. അവർ കൊച്ചുങ്ങൾ, അവരൊക്കെ കൈ പിടിച്ച് നടന്ന ആ പിച്ച വെച്ച കൈകൾ, ആ പിച്ച വെച്ച് നടന്ന കാലുകൾ, അവർ ഓടി നടന്ന് എത്ര കവളിൽ അടിയും പിച്ചും ഒക്കെ നമ്മളെ എടുത്ത് കാണും നമ്മളെ മക്കൾ. അപ്പം അതുപോലെ എൻ്റെ മക്കളെ, നിങ്ങളെല്ലാ മക്കളെ ഹാപ്പി ബർത്ത്ഡേ അമ്മ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാം നല്ല അനുഗ്രഹമുള്ള മക്കളായി തീരണം എല്ലാവരും. ഓരോ വർഷവും അതിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടട്ടെ. ഈ ഒരു മാസവും നിങ്ങൾ ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ മക്കളും കരുണയുടെ സഹായം ഇതിലോട്ട് ചെയ്യുക. എൻ്റെ ചെല്ല മക്കളെ, നിങ്ങളെല്ലാം സന്തോഷമുള്ള മക്കളായിരിക്കണം, നല്ല മക്കളായിരിക്കണം. എല്ലാ രോഗവും പഠിക്കണം മക്കളെ. പരീക്ഷ നിങ്ങൾ വെളുപ്പാങ്കാലമൊക്കെ കഴിച്ചിരുന്ന് പഠിക്കുക. ഹൃദയത്തിൽ മനസ്സിൽ ദൈവത്തെ കൊണ്ടുവരിക. നിങ്ങൾ ഭയമല്ല കൊണ്ടുവരേണ്ടത്, നിങ്ങളെ വചനമായ ദൈവത്തിനെ നിങ്ങളെ ഹൃദയത്തിൽ കൊണ്ടുവരിക. എൻ്റെ കൂടെ ശക്തനായ ദൈവമുണ്ട്, എന്നെ താങ്ങുവാൻ വഴി നടത്തുവാൻ ദൈവമുണ്ട്. ഈ ദൈവത്തെ നിങ്ങൾ ഹൃദയത്തിൽ കൊണ്ടുവരിക മക്കളെ. അപ്പോഴും നിങ്ങൾക്ക് പഠിക്കാനുള്ള ബുദ്ധി നിങ്ങളെ മനസ്സിൽ 4 മണിക്കും 5 മണിക്ക് എഴുതുന്ന പഠിക്കും മക്കളെ. നിങ്ങൾ ശക്തമായി പഠിക്കും. യുവജനങ്ങളെ നിങ്ങൾ പഠിക്കും. പഠിത്തത്തിന് 1-ാം സ്ഥാനം കൊടുക്കുവിൻ മക്കളെ. പഠിക്കുന്ന ഓരോ മക്കൾക്കും പഠിത്തം ഒരിക്കലും ഒരു തോൽവിയല്ല. നിങ്ങളെ അത് വഴി നടത്താൻ തന്നെ ചെയ്യേണ്ട. ചില മക്കൾ നന്നാ പഠിക്കും, അമ്മയും പപ്പയും പറഞ്ഞാൽ അനുസരിക്കുവിൻ. യുവജനങ്ങളെ പറഞ്ഞാൽ അനുസരിച്ചില്ല എങ്കിൽ നമ്മൾ പിന്നെ അനുഭവിക്കാൻ പോണ കഷ്ടത്തിലോട്ടാണ്. അമ്മ പറയണ അനുസരിക്കുവിൻ, മാതാവ് പറയണ അനുസരിക്കുവിൻ, പപ്പ പറയണത് അനുസരിക്കുവിൻ. ദൈവം അവർ ദൈവത്തെ പോലുള്ളവരാണ്. അവർ നമ്മളെ ഒരിക്കലും നശിപ്പിക്കാൻ പറയില്ല. ഈ അമ്മ പറയും പോലെ നിങ്ങളോട് അവരും പറയുകയാണ്. നിങ്ങൾ നല്ല അനുഗ്രഹമുള്ള മക്കളായി തീരാനാണ് അവർ ഓരോ മക്കളെയും അമ്മ അങ്ങനെ പോലെ മക്കളെ ഇങ്ങനെ പോലെയെന്ന് അവർ പറയണത്. മാതാപിതാക്കൾ പറയണത് നിങ്ങൾ അനുസരിക്കും മക്കളെ. അനുസരിച്ച് നിങ്ങൾ നല്ല മക്കളായി ജീവിക്കും. എൻ്റെ ചെല്ല മക്കളെ, നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും വരട്ടെ എന്ന് അമ്മ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ നിർത്തുകയാണ്. എൻ്റെ ഗൾഫിലിരിക്കുന്ന മക്കളെ, നിങ്ങൾ ഭയപ്പെടരുത്. ദൈവത്തെ നിങ്ങൾ ഹൃദയത്തിൽ അത് ഊർജിതമായി നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് അതിൻ്റെ ഫലങ്ങളും ദൈവം 100 മേനിയായിട്ട് നിങ്ങൾക്ക് തരും മക്കളെ. പ്രയാസങ്ങളും സങ്കടങ്ങളും എല്ലാ മക്കൾക്കും ഉണ്ടാക്കൂല. എല്ലാവരും അവരൊരു ഒറ്റയാണ് മക്കളെ. ദൈവമേ കൂടെ ഉള്ളൂ. നമ്മളെ ഹൃദയത്തിൽ ദൈവത്തിനെ കൊണ്ടുവരിക മക്കളെ. ദൈവം നമുക്ക് വേണ്ടി ക്രൂശിൽ ചിന്തി, നമുക്ക് വേണ്ടി ഓരോ അടിയടിച്ചപ്പോഴും രക്തം പൊട്ടിച്ചെറിച്ച് അതൊക്കെ നമുക്ക് വേണ്ടിയാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വേദനകളൊന്നും വലുതല്ല എന്ന് നമുക്ക് തോന്നും മക്കളെ. നമുക്ക് തോന്നും. എൻ്റെ ചെല്ല മക്കളെ, നിങ്ങളെല്ലാം സന്തോഷമായിരിക്കുക, ഹാപ്പി ആയിരിക്കുക. എല്ലാ മക്കളും കരുണയുടെ സഹായം ഈ ഒരു മാസവും നിങ്ങൾ ചെയ്യുക. നിങ്ങളെല്ലാം നൊയമ്പെടുക്കുക. എല്ലാ മക്കളും നൊയമ്പെടുക്കുക. ദൈവത്തിനെ ഹൃദയത്തിൽ കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നൊയമ്പെടുക്കണം. ദൈവം നൊയമ്പെടുത്തു 40 ദിവസം ഒരാഹാരം തിന്നാതെ നൊയമ്പെടുക്കുക. അതുപോലെ നമ്മളും നൊയമ്പെടുക്കുക. നമ്മൾ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നമുക്ക് നൊയമ്പെടുക്കാം മക്കളെ. അല്ലാതെ നമുക്ക് പറ്റുമോ? ഇല്ല. നമുക്ക് ഒരു നേരം ആഹാരം കഴിക്കാതെ എല്ലാ മക്കൾക്കും നൊയമ്പെടുത്ത് നമുക്കതിൻ്റെ ദൈവത്തിൻ്റെ കൂടെ ചെയ്യാമെന്ന് നമുക്ക് നിൽക്കാം മക്കളെ. അപ്പോഴേ നമുക്ക് ആ സ്നേഹം മനസ്സിലാവൂ. ദൈവം സ്നേഹമാണെന്ന് മനസ്സിലാവൂ. വചനം സ്നേഹമാണെന്ന് മനസ്സിലാവൂ. സ്നേഹം നമുക്ക് കുടുംബത്തിൽ കൊടുക്കാൻ പറ്റും മക്കളെ. നമ്മൾ അയൽവാസികൾ കൊടുക്കാൻ പറ്റും. അതൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ ഇതിലേക്കൊക്കെ പാകപാത്രമാകേണ്ടിയുണ്ട് മക്കളെ. നമ്മളതെല്ലാം അനുസരിക്കേണ്ടിയുണ്ട്. എൻ്റെ ചെല്ല മക്കളെ, നിങ്ങളെല്ലാം അനുഗ്രഹമുള്ള മക്കളായി തീരട്ടെ. നിങ്ങളെല്ലാ സന്തോഷവും സമാധാനവും എൻ്റെ ദൈവം നിങ്ങൾക്ക് അമ്മ നേർന്നുകൊണ്ട് എൻ്റെ ചെല്ല മക്കളെ അമ്മ നിർത്തുകയാണ്.